എറണാകുളം ഇരുമ്പനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ജീവൻ കയ്യിൽ പിടിച്ചാണ് ഇപ്പോൾ റോഡൊക്കെ മുറിച്ച് കിടക്കുന്നത്. സ്കൂളിന് മുന്നിലെ ദേശീയപാതയിൽ ഒരു സീബ്ര ക്രോസിംഗ് ലൈൻ പോലുമില്ല. സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് തന്നെയാണ് വൈദ്യുതി കമ്പികൾ കിടക്കുന്നത്. പരാതികൾ നൽകിയിട്ടും മാസങ്ങളായി, എന്നിട്ട് ഒരു നടപടി ഉണ്ടായില്ല എന്ന് കുട്ടികൾ പരാതി പറയുന്നു. 500-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. 6 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. മുക്കടക്കൽ ഇട്ടുബ്സ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിൽ വരുന്ന എയ്ഡഡ് സ്കൂളിൽ വിദ്യാർത്ഥികൾ വലിയ വിജയം നേടിയിട്ടുണ്ട്. എന്നാൽ ദേശീയപാത വികസനം വന്നപ്പോൾ സ്കൂളിന് മുൻപിലുണ്ടായിരുന്ന സീബ്ര ക്രോസിംഗ് ലൈനുകൾ മാഞ്ഞു. പുതിയ സീബ്ര ക്രോസുകൾ വന്നതുമില്ല. റോഡ് മുറിച്ചു കടക്കാൻ കഷ്ടപ്പെടുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. കാക്കനാട് വികസനം സംഭവിച്ചതോടുകൂടി വലിയ ഗതാഗതം ഇവിടെ ഉണ്ട്. ഈ സമയത്ത് ഞങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടികളെ ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്യിക്കണമെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് ഞങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സീബ്ര ക്രോസിംഗ് ഉണ്ടായിരുന്നു, അതും പുതിയ ടാറിംഗ് വന്നപ്പോൾ അത് നഷ്ടപ്പെട്ടു. കൂടാതെ ഇവിടെ ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു സ്കൂളിന്റെ സിഗ്നൽ ബോർഡോ സൈൻ ബോർഡോ ഒന്നും ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് തന്നെയുള്ള വൈദ്യുത കമ്പികളാണ് മറ്റൊരു ഭീഷണി. വേണ്ട നടപടികൾ എടുക്കാമെന്ന് KSEB പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നടപടികൾ വൈകുന്നത് അപകട ഭീഷണി തന്നെ. KSEBയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഒരു അപകടം നടന്ന സമയത്ത് തന്നെ ഞങ്ങൾ അതിനു മുന്നേ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഏരിയയിലായിരുന്നില്ല എങ്കിൽ പോലും അവർ എന്ത് ഇത് വന്നാലും ഞങ്ങൾ അപ്പം തന്നെ അത് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞേക്കണം. റോഡ് ക്രോസ് ചെയ്ത് കാക്കനാട് ഭാഗത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് അടിയന്തരമായി ഒരു വെയിറ്റിംഗ് ഷെഡും ആവശ്യമാണ്. സീബ്ര ക്രോസ് ഇല്ല, ഭയങ്കര പ്രശ്നമാണ്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പറ സിഗ്നലിന്റെ ക്രോസിൽ കൂടി പോകേണ്ടതാണ്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ്. ബസ് ഇവിടെ നിർത്താറില്ല. അധ്യാപകർ ഇവിടെ സാർമാരും ടീച്ചർമാരും ഇവിടെ നിൽക്കും, അവിടത്തെ ക്രോസിംഗിലും നിൽക്കും. അങ്ങനെ ഞങ്ങളെ കടത്തി വിടാറാണ് പതിവ്. രാവിലെയും വൈകിട്ടും അധ്യാപകരുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ റോഡ് ക്രോസ് ചെയ്ത് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. പ്രശ്നത്തിന്റെ ഗൗരവം കൌൺസിലർ മുഖേന വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് അധ്യാപകർ പറയുന്നത്. അപകടങ്ങൾ ഉണ്ടായിട്ടല്ല, അതിനു മുൻപേ പ്രതികരിക്കേണ്ടതുണ്ട്. ഈ റോഡ് മുറിച്ച് കടന്നു പോകാൻ വിദ്യാർത്ഥികൾക്ക് ഒരു സീബ്ര ക്രോസിംഗ് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. ക്യാമറാമാൻ സ്വാതി കൃഷ്ണനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.